സമയത്തിന് പൊന്നും വിലയുള്ള ഒരുപാട് പ്രമുഖരുണ്ട്. അവർ വിചാരിക്കുമ്പോൾ വിചാരിക്കേണ്ട സമയത്ത് എത്തണം. അവരെ സഹായിക്കാൻ ഒരു മലയാളിയുണ്ട്, ഷോബി ടി പോൾ. ഹാലോ എയർവേസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ CEO ആണ് നമ്മുടെ അതിഥിയായിട്ടുള്ളത്. നമസ്കാരം. താങ്ക് യു സർ. എന്തായാലും പല വമ്പന്മാർക്കും സമയത്തിന് അവരെ സംബന്ധിച്ചോളം സമയമാണ് പ്രധാനം. നമുക്ക് പ്രധാനമായിട്ടും ചാർട്ടർ ചെയ്ത് ഫ്ലൈറ്റുകൾ എത്തുക, നമ്മളുടെയൊക്കെ സിനിമകളിലൊക്കെ അങ്ങനെയുള്ള ഡയലോഗുകളൊക്കെ നേരത്തെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ധാരാളം ആളുകൾ ഇപ്പം ആ രീതിയിലോട്ട് വരുന്നുണ്ട്. ആരാണ് ഈ സേവനം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്? കൂടുതലും കോർപ്പറേറ്റ്സ് ആണ്. അതായത് ശരിക്കും ഒരു സേർട്ടൺ ലെവലിനപ്പുറം തിങ്ക് ചെയ്യുന്നവർ, അതായത് ഒരാൾക്ക് ഒരു 1000 ക്രോസും അല്ലെങ്കിൽ അതിൻ്റെ മേളിലേക്ക് ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ നാച്ചുറലി അവർ ടൈമിൻ്റെ കാര്യത്തിൽ വളരെ കൺസേൺഡാണ്. അങ്ങനെയുള്ളവരാണ് കൂടുതലും വരുന്നത്. ശരിക്കും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളുടെ തന്നെ ഒരു മൂവ്മെൻറ്റിൽ യൂഷ്വലി സംഭവിക്കണത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലൈറ്റിനെ, ഒരു ഷെഡ്യൂൾ ഫ്ലൈറ്റിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ സംഭവിക്കണത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പലപ്പോഴും ലാഗ് ചെയ്യുന്നുണ്ട്, ശരിക്കും അത് ഡിലേ ആവുന്നുണ്ട്. ചിലപ്പോൾ നമ്മളുടെ മൂവ്മെൻറ്റും നമ്മളുടെ ശരിക്കും അവരുടെ പിന്നീട് അങ്ങോട്ടേക്കുള്ള അപ്പോയിൻമെൻറ്റ്സും മീറ്റിങ്സും ഇതെല്ലാം അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ക്ലയൻറ്റ് റീസെൻ്റ്ലി പോയത് ഫിനാൻസ് മിനിസ്റ്ററുമായിട്ടുള്ള മീറ്റിങ്ങിനാണ്, ബാംഗ്ലൂരിൽ നിന്ന് ഡൽഹിയിലേക്ക്. ഇങ്ങനെയുള്ള സമയത്തൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ അപ്പോയിൻമെൻറ്റ് കിട്ടുന്ന 1-2 മണിക്കൂറിലേക്കായിരിക്കും. അതും മാറിക്കഴിഞ്ഞ് ഒരു ഷെഡ്യൂൾ ഫ്ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അപ്പോയിൻമെൻറ്റ് ഫ്യൂച്ചറിൽ കിട്ടണമെന്നേ നിർബന്ധമൊന്നുമില്ല. സോ ആർക്കാണോ ടൈമിന് വാല്യൂ ഉള്ളത്, അതുമാതിരി തന്നെ പ്രൈവസി ആവശ്യമുള്ളത്, അവരാണ് കൂടുതലും ചെയ്യുന്നത്. സിനിമാ താരങ്ങളൊക്കെയാണ് കൂടുതൽ ഇതിനകത്ത് ഇരിക്കുന്നത് കണ്ടിട്ടുള്ളത്. ഇവർക്കൊക്കെ സ്വന്തമായിട്ട് ഫ്ലൈറ്റുള്ള ആൾക്കാരാണ് ഇവരെല്ലാം. അതായത് സൗത്ത് ഇന്ത്യയിൽ ഒരാൾക്ക് ഇല്ല. അതായത് ഒരു സിനിമാ താരത്തിനും നമ്മുടെ സ്വന്തമായിട്ട് പ്രൈവറ്റ് ജെറ്റ് ഇല്ല. അതിപ്പം നമ്മൾ കൊടുക്കുന്നതുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഏജൻസീസ് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അവർ 1-2 പിക്ചറുകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ ഇങ്ങനെ വിചാരിക്കണം അവരുടെ ജെറ്റാണെന്ന്. അതായത് DGCAയുടെ ഇൻഫർമേഷൻ അനുസരിച്ച് സൗത്ത് ഇന്ത്യയിൽ ഒരാൾക്കും ഇല്ല, നോർത്ത് ഇന്ത്യയിൽ പോലും സംശയമുണ്ട്. അങ്ങനെ അതായത് ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കമ്പനിയിലെങ്ങാനും ഇവർ പാർട്ടായിട്ടുണ്ടോ എന്നെനിക്ക് ആ ഡയറക്റ്റ് ബോർഡ് മെമ്പേഴ്സോ അല്ലെങ്കിൽ സൈലൻറ്റ് പാർട്ട്നേഴ്സോ ഒക്കെ എങ്ങനെയാണെന്നുള്ള അറിയില്ല. പക്ഷേ സൗത്ത് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി എയർക്രാഫ്റ്റ് ഹോൾഡ് ചെയ്യുന്നില്ല, എയർക്രാഫ്റ്റ് സ്വന്തമായിട്ടില്ല. ഇവർക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. കുറച്ച് ഈ എയർപോർട്ടിലൊക്കെ ചെല്ലുമ്പോഴേക്ക് ആരാധകരെ, ഫാൻസൊക്കെ വന്ന്, അപ്പോൾ ഇവരുടെ പ്രൈവസിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണല്ലോ. അത് വലിയൊരു കൺസേൺ ആണ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഫിലിം സ്റ്റാർ പോകുന്നു, അതായത് ഒരു ഫിലിം സ്റ്റാർ മൂവ് ആവുകയാണെങ്കിൽ ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ട്. ഡിസ്റ്റർബൻസ് ഇൻ ദ സെൻസ് പലരും, ഇപ്പോൾ നമ്മളാണെങ്കിൽ തന്നെ ഇപ്പോൾ ഞാൻ ദീപിക പദുക്കോണിൻ്റെ ഒരു ആരാധകനാണ്. അപ്പോൾ ദീപികന് എൻ്റെ അടുത്ത സീറ്റിലോ അല്ലെങ്കിൽ എയർപോർട്ടിലോ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രമാത്രം സെലിബ്രിറ്റിയെ ഹാൻഡിൽ ചെയ്യുന്നതാണെങ്കിലും സെലിബ്രിറ്റീസിനെ ഹാൻഡിൽ ചെയ്യുന്നതാണെങ്കിലും ദീപികയുടെ അടുത്ത് ഞാൻ ഒരു സെൽഫി ചോദിച്ചിരിക്കും. അപ്പോൾ ഇത്രയും ആളുകളെ കാണുമ്പോൾ നമുക്ക് എന്നിട്ട് പോലും നമുക്ക് ചിലരോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ, ഇവിടെ നമ്മുടെ സൗത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ എതിരെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു ക്രൗഡ് പുള്ളറാണെന്ന് വളരെയധികം ആളുകൾ ഈ ഫോട്ടോ ചോദിച്ചിട്ടുണ്ടാവും. അത് യൂഷ്വലാണ്. പക്ഷേ ആദ്യ സമയങ്ങളിലൊക്കെ ഇവർക്കതൊരു സന്തോഷമായിരിക്കും, പിന്നീട് അങ്ങോട്ടേക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു സെലിബ്രിറ്റി ഒരു ലെവൽ കഴിഞ്ഞ് അപ്പുറേക്ക് വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവും. ശരിക്കും അവർക്ക് താല്പര്യമൊക്കെ ഉണ്ടാകും. പക്ഷെ ഒരേ ദിവസം തന്നെ 100-500 പേരുടെ അടുത്ത് അല്ലെങ്കിൽ 100-200 പേരുടെ അടുത്ത് എങ്ങനെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും? ഇതുപോലെ പ്രമുഖരെ ഹാൻഡിൽ ചെയ്യാൻ നേരത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇവരുടെ പല തരത്തിലുള്ള ഇഷ്യൂസ് അവർ വളരെ സെൻസിറ്റീവ് ആയിരിക്കും, അവരുടെ സമയത്തിന് വളരെ പ്രത്യേകതകളുണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇവരെ ഹാൻഡിൽ ചെയ്യുന്നത്? ഇവരുടെ ഇമോഷണലി ഇവരെ ടാക്കിൾ ചെയ്യാൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ഒരുപാട് ഇപ്പം ഡീൽ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അതെ, അത് വലിയൊരു റോക്കറ്റ് സയൻസ് ഒന്നും അല്ല. ഇവർക്ക് നല്ല സർവീസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ചില മൂവ്മെൻറ്റുകൾ ഞാൻ പറയും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിരാട് കോഹ്ലിയാണ് ഫ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിക്കും. വിരാട് കോഹ്ലി ഒരു ക്രൗഡ് പുള്ളറാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കോഹ്ലിന്ന് നമ്മൾ കൊടുക്കില്ല. ശരിക്കും ഈ മാനിഫെസ്റ്റോയിലൊക്കെ കോഹ്ലി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വിരാട് എന്നുള്ള ഒരു നെയിം ഉണ്ടെങ്കിൽ നാച്ചുറലി ഇതൊരു ഹാൻഡിലറുടെ അടുത്ത് പോകും, അല്ലെങ്കിൽ ആ ഹാൻഡിലേഴ്സിന് ഒരു ടീമുണ്ടോ, അവർ കുറച്ച് അവരുടെ ഫ്രണ്ട്സിനോട് പറയും, ഇതങ്ങ് പബ്ലിഷ് ആവും. അപ്പോൾ അതിന് പകരം ഇപ്പം നമ്മൾ ചെയ്യണത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വിരാടിന്ന് പോലും ഇടണമെന്ന് നിർബന്ധമില്ല, ഒരു ഷോർട്ട് ഫോം ഇടും, അല്ലെങ്കിൽ ലാസ്റ്റ് ടൈം ആ പാസഞ്ചറിനെ അപ്ഡേറ്റ് ചെയ്യും. ചിലപ്പോൾ ഷോബി ടി പോൾ എന്നുള്ള രീതിയിലായിരിക്കും സ്ലോട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നതെങ്കിലും ചിലപ്പോൾ ഫ്ലൈ ചെയ്യുന്നത് വിരാട് കോഹ്ലിയോ രോഹിത് ശർമ്മയോ ഒക്കെ ആയേക്കാം. അങ്ങനെയാണ്. ചലഞ്ചിങ് ആയിട്ടുള്ള ഏതെങ്കിലും മുഹൂർത്തങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ ഈ സെലിബ്രിറ്റികളെ ഹാൻഡിൽ ചെയ്യാൻ നേരത്ത്? അങ്ങനെ നമുക്ക് ഏതെങ്കിലും സമയത്ത് അല്ലെങ്കിൽ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ്സുകൾ എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ? ഒരുപാടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചലഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇതുമാതിരി ഒരു മൂവ്മെൻറ്റ്
ശരിക്കും ചെന്നൈയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് വിജയുടെ ഒരു മൂവ്മെൻറ്റാണ് ദളപതി. അപ്പോൾ ശരിക്കും ചെന്നൈയിൽ നിന്നൊക്കെ വളരെ കോൺഫിഡൻഷ്യലായിട്ട് മൂവ് ചെയ്തു. അത് ഇയാളാണെങ്കിൽ എൻ്റെ പൈലറ്റിന് പോലും അറിയില്ല ഇയാളാരാണെന്ന്. ഇയാളാണെങ്കിൽ ഒരു അഹമ്മദാബാദുകാരനാണ് സീനിയർ പൈലറ്റ്, പിന്നെ മറ്റേ ആൾ ഒരു നോർത്ത് ഇന്ത്യനുമാണ്. അപ്പോൾ അവർക്ക് ഈ വിജയിനെ അറിയില്ല. അവർ പെട്ടെന്ന് വന്നിട്ട് വിജയ് പെട്ടെന്ന് കയറിയിട്ട് ബാക്ക് സീറ്റ് ഇരുന്നു. അപ്പോൾ നോർമൽ ഒരു പേഴ്സൺ അങ്ങനെയാണ് വിചാരിക്കുന്നത്. അവസാനം ട്രിവാൻഡ്രം എയർപോർട്ടിൽ വന്നപ്പോഴത്തേക്കും സ്റ്റോറി ചേഞ്ചായി. അപ്പോൾ പൈലറ്റ് തന്നെ പറയണ്ടായിരുന്നു, ആ എയർപോർട്ടിൽ അപ്പോഴും ഉണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആളുകൾ മുഴുവൻ വിജയിനെ കാണാനുണ്ട്. അത് ഭയങ്കര ഒരു ക്രൗഡ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഒരു 400 അല്ലെങ്കിൽ 300 പേരൊക്കെ അയാൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ എയർക്രാഫ്റ്റിൽ നിന്ന് ഇറങ്ങി എയർപോർട്ടിലെ കാറ് വരെ അയാളുടെ കാറ് വരെ എത്തുന്ന സമയത്തേക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും സ്ട്രാറ്റജി മാറ്റി. ലാസ്റ്റ് മൊമെൻറ്റ് വരെ ഈ ആരാണ് ഫ്ലൈ ചെയ്യണമെന്ന് ഞങ്ങൾ പബ്ലിഷ് ചെയ്യാറില്ല. അപ്പോൾ ഇത് ആദ്യം ഞാൻ പറഞ്ഞ മാതിരി നമ്മൾ നെയിം മാറ്റിയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നെയിം അപ്ഡേറ്റ് ചെയ്യാൻ താമസിക്കുക, അങ്ങനെയുള്ള കാര്യം ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന വളരെ പ്രോപ്പറായിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. നമ്മളിപ്പോഴും വിമാനം കാണുമ്പോൾ നമുക്ക് നല്ല കൗതുകമാണ്. പക്ഷേ ഒരു മലയാളിയായ ആൾ, പ്രത്യേകിച്ച് പിറവങ്കാരനായ ആൾ എങ്ങനെ ഇത്തരം ഒരു ഹൈഫൈ ബിസിനസ്സിലോട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തോട്ടിലോട്ട് എത്തപ്പെട്ടു? അതെങ്ങനെ ഇങ്ങനെ ഗംഭീരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്? അതിൻ്റെ ഒരു ആ നാൾ വഴി ഒന്ന് പറഞ്ഞു തരുമോ? ഞാൻ ചെറിയ ഏജിൽ തന്നെ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സോഫ്റ്റ്വെയർ കമ്പനിയിൽ നിന്ന് ആണ് ഇതിലേക്ക് വരുന്നത്. അപ്പോഴും നമ്മൾ മാർക്കറ്റിങ്ങിലോ അല്ലെങ്കിൽ ഒരു ബിസിനസ് എങ്ങനെ റൺ ചെയ്യാമെന്നുള്ളതിനെപ്പറ്റി കുറച്ചുകൂടെ തിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എനിക്കൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവർലി ബേസിസിൽ ഹെലികോപ്റ്റർ എടുക്കുന്നത്. അതാണ് ജോയി റൈഡ് ഞങ്ങൾ രണ്ടുപേരും കൂടെ അതിൻ്റെ ഓണറും ഞാനും കൂടെ അസോസിയേറ്റ് ചെയ്ത് ചെയ്യുന്നത്. അതൊരു വിധം സക്സസ് ആവുന്നു. ആ സക്സസ് ആയി കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും പ്രശ്നങ്ങളുണ്ടാകുന്നു. ആദ്യത്തെ ഒരു ഇഷ്യൂ മീഡിയ കവറേജ് എനിക്ക് കൂടുതൽ കിട്ടുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അത് സഹിക്കണില്ല. ബിക്കോസ് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നീട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. ഈ ഇഷ്യൂസിനെയൊക്കെ ഗ്രാജുവലി ഓവർകം ചെയ്ത് വരുമ്പോൾ ചെയ്താണ് നമ്മൾ ഈ ലെവലിലായത്. അതിലൊരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആലപ്പുഴ ശരിക്കും പറഞ്ഞ ഒരു ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പെർമിഷൻ കിട്ടുന്നേ ഇല്ല. ആ പെർമിഷൻ മുമ്പ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നൊക്കെ നമുക്ക് ഒരു ഇൻറ്റിമേഷൻ കളക്ടറിന് അല്ലെങ്കിൽ കളക്ടറിന് ഇൻറ്റിമേഷൻ കൊടുത്താൽ എസ്.പിക്കും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇൻറ്റിമേഷനിൽ ഫ്ലൈ ചെയ്യാൻ പറ്റും. ഇതേ ദിവസം ഞങ്ങൾ ഇതേ സമയത്ത് ഇവിടെ ലാൻഡ് ചെയ്യുന്നുണ്ട്, ഇതാണ് പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെലികോപ്റ്ററുകൾക്ക് ഇപ്പോൾ പ്രൈവറ്റ് ഗ്രൗണ്ടിൽ ഓപ്പറേഷൻസ് പോസിബിളാണ്. മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിബിൾ അല്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ കളക്ടറിന് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. കളക്ടർ എസ്.പി ആയിട്ട് കോർഡിനേറ്റ് ചെയ്യണം. എസ്.പി താഴേക്ക് വന്ന് ആ പ്രോസസ്സിങ് ഡിവൈഎസ്പിയുടെ അടുത്ത് വരുന്നു, താഴേക്ക് വരുവാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു ലോക്കൽ പോലീസ് ഓഫീസറായിരിക്കും അത് വെരിഫൈ ചെയ്യുന്നത്. തിരിച്ച് RDO ആയി RDOയുടെ അടുത്തുനിന്ന് വില്ലേജ് ഓഫീസറായി അങ്ങനെ. പിന്നെ അടുത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഫയർ ആൻഡ് സേഫ്റ്റിയിലും ഉണ്ടാവും ഇങ്ങനെ. അപ്പോൾ ഇതിൻ്റെ താഴെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹെലികോപ്റ്ററുകളുടെ മൂവ്മെൻറ്റ് എങ്ങനെയെന്നുള്ള വലിയ അറിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് തോന്നുന്ന എന്തെങ്കിലും അവർക്ക് നല്ലതെന്ന് തോന്നുന്ന അല്ലെങ്കിൽ അവരുടെ ആ കുറഞ്ഞ നോളജ് വെച്ചിട്ട് എന്തെങ്കിലും ഒരു സംഭവം അതിലെഴുതി വയ്ക്കും, ഒരു കുറി എഴുതി വയ്ക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം കല്യാണത്തിന് ഇവിടെ ഏറ്റവും ആദ്യം ഹെലികോപ്റ്റർ കൊണ്ടുവരുന്നത് ഞാൻ ആലപ്പുഴയിലാണ്. അതായത് 2014. അതിനു മുമ്പ് ഈ CC ഗ്രൂപ്പിൻ്റെ കല്യാണത്തിന് ഏതോ ഒരു കല്യാണത്തിന് ഹെലികോപ്റ്റർ വന്നതായിട്ടൊക്കെയാണ് നമുക്ക് അറിവുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹെലികോപ്റ്ററിന് ഒരു NRIയുടെ അടുത്തുനിന്നാണ് ഓർഡർ എടുക്കുന്നു. ഓർഡർ എടുത്ത് കഴിഞ്ഞിട്ട് നേരെ ഹെലികോപ്റ്റർ ദാവൻകരയിൽ നിന്ന് കൊച്ചിയിൽ കൊണ്ടുവന്ന് പൊസിഷൻ ചെയ്യണം. ഒരാഴ്ച മുമ്പ് ഞാൻ ഈ പെർമിഷന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ള. നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർമിഷനൊക്കെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് കൊച്ചിയിൽ കൊണ്ടുപോയിക്കുകയാണ്. അതിൻ്റെ അന്നത്തെ റേറ്റ് ഏതാണ്ട് 10 ലക്ഷം 12 ലക്ഷം ആയിരിക്കണം. അപ്പോൾ ഈ പേയ്മെൻറ്റൊക്കെ ഞാൻ ഈ ഹെലികോപ്റ്റർ കമ്പനിക്ക് കൊടുക്കുന്നു. ഹെലികോപ്റ്റർ കൊച്ചി എയർപോർട്ടിൽ വന്നു. ഇനിയിപ്പോൾ എനിക്ക് പെർമിഷനാണ്. അപ്പോൾ ഡേ ആഫ്റ്റർ ടുമോറോ ആണ് ഫ്ലൈ ചെയ്യേണ്ടത്. ടുമോറോ സെക്കൻഡ് സാറ്റർഡേ ആണ്. എനിക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പെർമിഷൻ്റെ ഇതിനെ പറ്റിയുള്ള ആ പെർമിഷന് വേണ്ടുന്ന സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ് വന്നിട്ടില്ല. ആ അപ്രൂവലും കൂടെ ഉണ്ടെങ്കിലാണ് പറ്റുള്ളൂ. അവസാനം ഞാൻ ഒരു 4 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നേരെ DYSP ഓഫീസിൽ പോവാണ്. അതിൻ്റെ റിപ്പോർട്ട് ചോദിക്കും. അപ്പോൾ അയാൾ എന്നോട് അവിടുത്തെ സാറല്ല അവിടുത്തെ ആരോ എന്നോട് പറഞ്ഞു അത് ഞങ്ങൾ ബൈ പോസ്റ്റിൽ സെൻഡ് ചെയ്തേക്കാം. ഇനി പോസ്റ്റിൽ സെൻഡ് ചെയ്താൽ എങ്ങനെ കിട്ടും? കാരണം നാളെ സാറ്റർഡേ ആണ്, സെക്കൻഡ് സാറ്റർഡേ ആണ്. നെക്സ്റ്റ് ഡേ സൺഡേ ആണ്. സൺഡേ എനിക്കിത് മൂവ് ചെയ്യുകയും ചെയ്യണം. അകപ്പാടെ ബുദ്ധിമുട്ടായി. ഞാൻ അവസാനം DYSP ആയിട്ട് സംസാരിക്കണം. DYSP ലാസ്റ്റ് റിപ്പോർട്ട് കളക്ടറേറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ തന്നു വിടുക, പോസ്റ്റ് ചെയ്യേണ്ട. പക്ഷേ ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ഒരു സംശയം, റിപ്പോർട്ട് എന്തായിരിക്കുമെന്ന്. ഞാൻ അവിടെ നിന്ന് എന്നെ വായിച്ചു നോക്കി കഴിഞ്ഞപ്പോഴേക്കും പറയണത് ഈ ഹെലിപ്പാഡിൻ്റെ 750 മീറ്റേഴ്സ് അപ്പുറം ഓൾ ഇന്ത്യ റേഡിയോയുടെയും മറ്റുമാണ് ഒരു ടവറാണ്. അപ്പോൾ അതുകൊണ്ട്
ഈ ഹെലികോപ്റ്റർ ഇവിടെ ഇറങ്ങാൻ പറ്റില്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെലികോപ്റ്റർ ഇറങ്ങാൻ പറ്റില്ല, അതൊരു ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള റിപ്പോർട്ടാണ്, നെഗറ്റീവ് റിപ്പോർട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു നെഗറ്റീവ് റിപ്പോർട്ട് ആയിട്ട് നമ്മൾ ഇരിക്കുകയാണ്. അവസാനം ഞാനത് കണ്ട് കളക്ടറേറ്റിൽ വന്നു. കളക്ടറേറ്റിൽ ഈ പേഴ്സൺ എന്നോട് പറഞ്ഞു, ഇതെങ്ങനെ കൊടുക്കണം, ഇത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിൽ നോട്ട് ഗെറ്റ് ദ പെർമിഷൻ. ദെൻ ഞങ്ങൾ ഇരുന്ന് ആലോചിക്കുകയാണ്. അപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഈ കളക്ടർ ഇവിടുന്ന് നമ്മുടെ എയർപോർട്ടിൽ നിന്ന് നമ്മുടെ കളക്ടറേറ്റിൽ നിന്ന് ഈ പോരുവാണ്, എറണാകുളത്തേക്ക് വരുന്നത്, ആലപ്പുഴയിൽ നിന്ന്. ഇനി എൻ്റെ പ്രതീക്ഷയെല്ലാം പോയി. പക്ഷേ എൻ്റെ പേയ്മെൻ്റ് എല്ലാം കൊടുത്തിരിക്കുന്നു, അതായത് ക്ലയൻറ്റിനോട് മേടിച്ച് പേയ്മെൻറ്റ് കൊടുത്ത് ഹെലികോപ്റ്റർ ഇവിടെ കൊണ്ടിട്ടേക്കുവാണ്. ആകപ്പാടെ നമ്മൾ ബുദ്ധിമുട്ടാണ്, ഒരു കരയണ ഒരവസ്ഥയാണ്. ശരിക്കും കരഞ്ഞിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. എനിവേ പിന്നീട് എനിക്കുള്ള ഇതെന്താണെന്ന് ചോദിച്ചാൽ ഞാനിങ്ങനെ ആലോചിച്ച് ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ അവസാനം എനിക്ക് അറിയാവുന്ന കോൺടാക്ട്സിൽ മുഴുവൻ ഞാൻ വിളിക്കുകയാണ്. ഈ കളക്ടറേറ്റിൽ നിന്ന് പേഴ്സൺ മാത്രം പോയിട്ടില്ല. വേണമെങ്കിൽ 1-2 പേരൊക്കെ വേറെ ഏതെങ്കിലും സെക്ഷനിൽ ഇരിക്കേണ്ടായിരിക്കും. ഇദ്ദേഹം പോയിട്ടില്ല. ഞാൻ എല്ലാവരും വിളിച്ചു. ഞാൻ ഇങ്ങനെ അതിൻ്റെ കളക്ടറേറ്റിൽ പുറത്ത് ഈ ഗസ്റ്റുകൾ ചെല്ലുന്നവരൊക്കെ ഇരിക്കുന്നില്ല, അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഏകദേശം ഒരു 7:15 ആയിട്ടുണ്ടാവും. അപ്പോൾ എനിക്കൊരു ഈയിടെ ഇറങ്ങി വന്നിട്ട് മനോജ് ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഷോബി കളക്ടർ തിരിച്ചു വരുന്നുണ്ട്, ഇവിടെ ചേർത്തല എത്തി കളക്ടർ തിരിച്ചു വരുന്നുണ്ട്, എന്തോ സംഭവിച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ കളക്ടർ വന്നു, എനിക്ക് പെർമിഷൻ തന്നു. എന്നെ ഒന്ന് നോക്കി ചിരിച്ചോന്ന് എനിക്ക് അറിയില്ല. എന്താണെങ്കിലും അദ്ദേഹം എനിക്ക് പെർമിഷൻ എഴുതി തരുവാണ്, പോയ ആൾ തിരിച്ചു വന്നിട്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ അതിനെ നമ്മൾ ഓവർകം ചെയ്യുകയാണ്. സാധാരണ ഇതിൽ ഇങ്ങനൊരു പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ പിന്നെ ആൾക്കാർ ഇത് മടുത്തൊക്കെ ഇട്ട് പോവുകയാണ്. പക്ഷേ നമ്മളതിനകത്ത് ത്രൈവ് ചെയ്ത് മുന്നോട്ട് പോവാണ്. ഇനി അതിൻ്റെ അടുത്തൊരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കൊല്ലത്തൊരു ഹെലികോപ്റ്റർ ലാൻഡിംഗ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഗ്രൗണ്ട് പെർഫെക്റ്റ് ആണ്. എൻ്റെ ഒരു എഞ്ചിനീയർ അവിടെയുണ്ട്, അവൻ പെർമിഷൻ കോർഡിനേറ്റ് ചെയ്യാനുണ്ട്. ലാസ്റ്റ് നാളെ ലാൻഡ് ചെയ്യണം. അപ്പോൾ ഇന്ന് വരെ നമ്മൾ എന്ത് ചെയ്യുന്നു, പെർമിഷന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുകയാണ്. കിട്ടുന്നില്ല. ഞാൻ എന്താണെങ്കിലും ഉച്ചയ്ക്ക് ചെയ്യുന്നു, ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നു. RDOയും കളക്ടറും കൂടെ പറഞ്ഞു നമുക്ക് പെർമിഷൻ ഈസ് ഗെറ്റിംഗ് റെഡി. ഓക്കെ, ലാസ്റ്റ് മൊമെൻറ്റിൽ എനിക്ക് സൈൻ ചെയ്യേണ്ട സമയത്ത് എൻ്റെ ഒരു കോമ്പറ്റീറ്റർ വിളിച്ചിട്ട് പറയുകയാണ്, അദ്ദേഹം ഡൽഹിയിലാണ്, പെർമിഷൻ കൊടുക്കാൻ കഴിയില്ല മാഡം, അതൊരു ചെറിയ ഗ്രൗണ്ടാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു പെർമിഷൻ എവിടെയോ വേറൊരു ലൊക്കേഷനിൽ റിജക്റ്റായി, ആ വാശിക്ക് ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഈ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു 7 മണിയൊക്കെ ആയി. ഇനിയിപ്പോൾ കളക്ടറേറ്റിൽ ആരും തന്നെ വളരെ കുറവ് ആൾക്കാരാണുള്ളൂ. മുമ്പാണെങ്കിൽ ഞാൻ നേരെ കൊച്ചിയിലേക്ക് തിരിച്ചു പോകായിരുന്നു. പക്ഷേ ഈ 2014 അല്ലെങ്കിൽ 2015 ഈ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ എൻ്റെ പ്ലാനിങ് മാറ്റുവാണ്. ഞാൻ അവിടെ തന്നെ കൊല്ലത്ത് തന്നെ ഒരു ഹോട്ടലെടുത്ത് അവിടെ അങ്ങ് സ്റ്റേ ചെയ്യുകയാണ്. എനിവേ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ എനിക്ക് പെർമിഷൻ കിട്ടി. അതിൻ്റെ അന്ന് നമ്മുടെ കുട്ടപ്പൻ സാറിൻ്റെ ഫുൾ നെയിം എനിക്കറിയില്ല, ഫോറസ്റ്റ് മിനിസ്റ്ററാണ്. സാറ് ഇൻവോൾവ് ആയി കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, കളക്ടറിനെ വിളിച്ച് പറഞ്ഞു, ആ പെർമിഷൻ കിട്ടി. അന്ന് ഈ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അന്ന് കിട്ടില്ലായിരുന്നു. കാരണം അന്ന് പുറ്റിങ്ങൽ ഇഷ്യൂ, ലോ ആൻഡ് ഓർഡറും ഈ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷനും തമ്മിൽ ഇച്ചിരി കൺഫ്യൂഷനിൽ നിൽക്കുന്ന സമയമായിരുന്നു ഈ പുറ്റിങ്ങൽ ഇഷ്യൂ കഴിഞ്ഞിട്ട്. എനിവേ ദെൻ ഇപ്പോൾ ഈ വലിയ പ്രോബ്ലം നമ്മൾ ഒരു നൈറ്റ് കൊണ്ട് സോൾവ് ചെയ്തെടുക്കുകയാണ്. ഇപ്പം നമ്മൾ കൈകാര്യം ചെയ്യുന്ന DGC, ATC പോലുള്ള ഗവൺമെൻറ് ഏജൻസികൾ ഉൾപ്പെടെ നമ്മൾ കൈകാര്യം ചെയ്താണ് ഈ ചാർട്ടർ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് കാരണം ഇവരുടെ സമയത്തിന് വലിയ പ്രത്യേകതയാണ്. കാരണം ഇവർ ലാസ്റ്റ് മിനിറ്റൊക്കെ ആയിരിക്കും ഇവരുടെ ഈ അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ ഫിക്സ് ആകുന്നത്. ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് എങ്ങനെ ഈ കാര്യങ്ങൾ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്? അത് നമ്മൾ വളരെ അലേർട്ടായിരിക്കണം. ഇപ്പോൾ എനിക്കൊരു ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ഉണ്ട്. ആ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് ശരിക്കും ഒരു ദുബായിൽ നിന്ന് ഒരു എയർക്രാഫ്റ്റ് വരുന്നു. ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എല്ലാ കാര്യങ്ങളും റെഡിയാണ്, വെൽ കോർഡിനേറ്റഡ് ആണ്. സാധാരണ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വളരെ കുറവാണ് ഈ VIP മൂവ്മെൻറ്റ് അല്ലെങ്കിൽ കാറുകളൊക്കെ കിട്ടുന്നത്. ഈ കാറുകളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. ഒരു BMW i7 അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്ലയൻറ്റ് ഭയങ്കര ഹാപ്പി, ക്ലയൻറ്റിൻ്റെ ടീം ഭയങ്കര ഹാപ്പിയാണ്. അവസാനം ക്ലയൻറ്റ് വന്നിട്ട് എയർക്രാഫ്റ്റിലേക്ക് കയറി ഈ മൂവ്മെൻറ്റ് നടക്കുന്ന സമയം അപ്പോൾ എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് എന്തോ ക്ലിയറൻസ് കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തോ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇപ്പോൾ ഈ ദുബായ് എന്ന് പറഞ്ഞവർ പറയുന്നുണ്ട് ഇറ്റ് ഈസ് ഗെറ്റിംഗ് റെഡി, നോ വറീസ് ആൻഡ് ടാക്സിങ് ഹോൾഡിംഗ് ആണ്. പക്ഷേ എന്തോ റെക്കഗ്നൈസ് ചെയ്തിട്ട് അതൊരു 12:45 ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ 1 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ നേരെ ATCയിൽ ഞങ്ങൾ കോർഡിനേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ATCയിൽ കോർഡിനേറ്റ് ചെയ്യുമ്പോഴാണ് അറിയണത് ATCയിൽ ഇവർ ഇപ്പോഴത്തെ മാത്രമല്ല മുമ്പത്തെ ഏതോ ഒരു പേയ്മെൻറ്റും ഡ്യൂ ഉള്ളതുകൊണ്ട് ATCയിൽ എയർ ട്രാഫിക് കൺട്രോളിൽ ഈ എയർക്രാഫ്റ്റ് ഹോൾഡ് ചെയ്തേക്കുവാണ്. പിന്നെ അതൊരു വലിയ മോശമല്ലാത്ത എമൗണ്ട് ഉണ്ടായിരുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമ്മളത് പ്രിപ്പയർഡാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നാളെ വന്നു കഴിഞ്ഞാൽ നമ്മളപ്പോൾ തന്നെ നമ്മളുടെ കയ്യിൽ നിന്ന് തന്നെ പേയ്മെൻറ്റ് കൊടുത്തിട്ട്
ATC ആയിട്ട് കോർഡിനേറ്റ് ചെയ്യണം. ATC ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എയർക്രാഫ്റ്റ് റിലീസ് ആവാൻ തുടങ്ങുമ്പോൾ വീണ്ടും പ്രശ്നം, ബാംഗ്ലൂർ എയർപോർട്ടിൽ ചാർജ് കൊടുത്തിട്ടില്ല. അപ്പോഴും നമ്മൾ പ്രിപ്പയർഡ് ആണ്. ഒരു സെക്കൻഡ് കണ്ട് അല്ലെങ്കിൽ ഒരു സെർട്ടൻ ടൈമിന് മുമ്പായിട്ട്, ഒരു മിനിറ്റിന് മുമ്പായിട്ട് ബാംഗ്ലൂർ എയർപോർട്ടിലേക്കുള്ള പേയ്മെൻറ്റ് നമുക്ക് പോകുന്നു. ഇത് ഞങ്ങൾക്കാണെങ്കിൽ ക്രെഡിറ്റ് ഉള്ളതാണ്, ഹാലോ എയർവേസിന് ക്രെഡിറ്റ് ഉണ്ട്. പക്ഷേ ഇത് ഇൻ്റർനാഷണൽ ഓപ്പറേഷൻസ് ആയതുകൊണ്ട് ആ കമ്പനിയാണ് ഈ എയർപോർട്ട് അതോറിറ്റിയായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കത് കൊടുക്കില്ല. ഇനി അത് ക്ലിയർ ചെയ്യണം. ഏതൊക്കെ പ്രമുഖ ക്ലയൻസുകളാണ് ഇത് ഫ്രീക്വൻ്റ് ആയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്? മലയാളികളായ താരങ്ങളൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടോ ഈ സേവനങ്ങളൊക്കെ? ഈ ഇടയ്ക്ക് ലാലേട്ടൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുമാതിരി തന്നെ എനിക്കും കൂടുതലും ബിസിനസ്സുകാരൊക്കെ തന്നെയാണ്. അതായത് ഇപ്പോൾ നമ്മളുടെ ഷിബുലാൽ സാർ എൻ്റെ കൂടെ ഫ്ലൈ ചെയ്യുന്നുണ്ട്. ഷിബുലാൽ സാറുണ്ട്. ഈ ഇടയ്ക്ക് ഒരു മൂവ്മെൻറ്റ് ജയ്സൽമേറിൽ നിന്ന് മുംബൈക്കാണ്. എല്ലാം റെഡിയായി. എയർക്രാഫ്റ്റ് മുംബൈയിൽ വന്നിട്ട് ഇനിയിപ്പോൾ ജയ്സൽമേർ പോയി സാറിനെ എടുത്താൽ മതി, അങ്ങനെ സാറുമായിട്ട് പോന്നാൽ മതി. അപ്പോഴും സാറ് പറയണു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാറിൻ്റെ പേഴ്സൺ വഴി പറയണു, എനിക്ക് പക്ഷേ കൊച്ചിക്ക് പോകണം. ഈ എയർക്രാഫ്റ്റിനാണെങ്കിൽ കൊച്ചിക്ക് വരാനുള്ള, അതായത് ജയ്സൽമേർ തൊട്ട് കൊച്ചിയിലേക്ക് വരാനുള്ള ഒരു ഫ്യൂവൽ അത് പറ്റില്ല, അത്രയും പറ്റില്ല. ഇതൊരു ചെറിയ ഫ്ലൈറ്റ് ആയിരുന്നു. പക്ഷേ സാറിൻ്റെ ആ സമയത്തിൽ, സാറിന് വൈകിട്ടാണ് വരേണ്ടത്, 1 മണിക്കൂറൊക്കെ ഗ്യാപ്പായിട്ടുണ്ടാവും. അത് സാറ് സമ്മതിച്ചിരിക്കുന്നു. ഞങ്ങൾ അടുത്ത ഫ്ലൈറ്റ് ഡൽഹിയിൽ നിന്ന് ആക്ടിവേറ്റ് ചെയ്യുകയാണ്. ആ ഡൽഹിയിൽ നിന്ന് ആക്ടിവേറ്റ് ചെയ്ത് സാറിന് ജയ്സൽമേറിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നു. കൊച്ചിയിൽ നിന്ന് സാറിന് നെക്സ്റ്റ് ഡേ ഇവിടെ പോകണം. എവിടെ? ഡൽഹി പോകണം. ഏതോ ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉണ്ട് സാറിന്, ഏതോ മിനിസ്റ്ററായിട്ടോ മറ്റോ ആണ്. അപ്പം ഞങ്ങൾ സാറിന് ഈ അല്ലെങ്കിൽ ആ സെർട്ടൻ ടൈമിന് മുമ്പ് ഇതെല്ലാം ഫുൾഫിൽ ചെയ്യാവുന്ന രീതിയിൽ ഒരു എയർക്രാഫ്റ്റ് ക്യാൻസൽ ചെയ്തെടുത്തു. അടുത്ത എയർക്രാഫ്റ്റ് വന്നു. അത് ഈ ജയ്സൽമേറൊക്കെ എയർ ഡിഫൻസിൻ്റെ എയർപോർട്ടാണ്. അവിടെയൊക്കെ കോർഡിനേഷൻസ് ബുദ്ധിമുട്ടാണ്. ഈവൻ തോ നമ്മളത് ഫിൽഫിൽ ചെയ്തിട്ട് പറയുന്ന കേൾക്കുമ്പോൾ സ്മൂത്തായിട്ട് എൻ്റെ ബൈക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ അവൻ്റെ കാർ എടുത്തു എന്നൊക്കെ പറയുന്ന പോലെയാണ് പറയുന്നത്. പക്ഷേ എത്രത്തോളം ഈ നെറ്റ്വർക്കൊക്കെ ഇങ്ങനെ അത് എസ്റ്റാബ്ലിഷ് ആയി. കാരണം ഹാലോ എയർവേസ് ഭയങ്കര ബുദ്ധിമുട്ടിയാണ് തുടങ്ങിയതെങ്കിലും പിന്നീട് നമ്മൾ അവരുമായിട്ട് ഒരു റാപ്പ് ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ മുമ്പേ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മളൊരു പേയ്മെൻറ്റിൻ്റെ കാര്യത്തിലൊന്നും ബോധേടല്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സ്വല്പം നഷ്ടം ഉണ്ടാകുമെന്നോ, നഷ്ടമുള്ളതുകൊണ്ട് ഞങ്ങളത് ചെയ്യില്ലെന്നോ അങ്ങനെയൊന്നുമില്ല. വൺസ് ഹാലോ എയർവേസ് ഒരു ചാർട്ടർ കമ്മിറ്റ് ചെയ്ത് ഇറ്റ് വിൽ ബി, അത് നടന്നിട്ടുണ്ടാവും. ആ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല. അത് ലോസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ. അതിന് കേരളത്തിൽ തന്നെ ധാരാളം എക്സാമ്പിളുണ്ട്. സിജയ് വർഗീസിനോടൊക്കെ ചോദിച്ചറിയാം. 5.5 ലക്ഷം രൂപയ്ക്ക് കമ്മിറ്റ് ചെയ്യുന്ന 5 ലക്ഷം രൂപയ്ക്ക് കമ്മിറ്റ് ചെയ്യുന്ന ചാർട്ടർ എക്സിക്യൂട്ട് ചെയ്യാൻ 12.5 ലക്ഷം രൂപയുടെ ഹെലികോപ്റ്റർ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അത് നമ്മുടെ ക്രെഡിബിലിറ്റിയെ വല്ലാതെ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ കൈ ഇതെങ്ങനെയാണ്? ഇത് ശരിക്കും നമ്മുടെ കയ്യിൽ ഇപ്പോൾ എത്ര ജെറ്റുകളാണുള്ളത്? ഹെലികോപ്റ്ററുകൾ എത്രണ്ണം ആണ് നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? അതായത് ഓണർഷിപ്പില്ല. നമ്മൾ ലോങ് ലീസിന് 2 എയർക്രാഫ്റ്റുകളാണ് യഥാർത്ഥത്തിൽ നമുക്കുള്ളത്. ബാക്കി എല്ലാവരും തന്നെ പരസ്പരം കണക്റ്റഡ്, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം. ഇപ്പം മുമ്പത്തെ മാതിരിയല്ല. ഇവരെ എടുത്തു കഴിഞ്ഞാൽ അവർ പേയ്മെൻറ്റ് തരുമോ, അവരുടെ ക്ലയൻസ് എന്തായിരിക്കും, ഇങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ നമ്മളുടെ പുറകെയാണ് പല കമ്പനികളും. ഞങ്ങൾ ബാംഗ്ലൂർ പൊസിഷൻ ചെയ്യട്ടെ, അല്ലെങ്കിൽ ബാംഗ്ലൂർ പൊസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ബിസിനസ് തരുമോ, അല്ലെങ്കിൽ ഡൽഹിയിലാണ് നിങ്ങൾ ബിസിനസ് തരുമോ, ഈ ഓരോ അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അതായത് ഏർലിയർ നമ്മൾ ഇവരുടെ പുറകെ പോകുമായിരുന്നു, ഓപ്പറേറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ഓണേഴ്സിൻ്റെ മുമ്പ്. ഇപ്പോൾ ഓണേഴ്സ് നമ്മുടെ പുറകെ എന്നല്ല, അവർ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ റെഡിയാണ്. അതായത് ഇപ്പം നിങ്ങൾ പറയുകയാണ് എന്നോട് ജെറ്റ് ആക്ടിവേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ബാംഗ്ലൂരിൽ നിന്നാണെങ്കിൽ ഞാൻ ഒരു 2-3 മണിക്കൂറിന് മുമ്പ് ഫ്ലൈറ്റ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവും. അവിടെ പേയ്മെൻ്റ് ഒന്നുമല്ല. ഞാനിപ്പോൾ ഓപ്പറേറ്റർക്ക് പേയ്മെൻറ്റ് കൊടുക്കുമെന്നോ, അല്ലെങ്കിൽ നിങ്ങൾ റിലയബിൾ ആയിട്ടുള്ളൊരു കമ്പനി ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് ഞാൻ മേടിക്കും, അങ്ങനെയൊന്നുമില്ല. അത് ഇഫ് യു ആർ ജെന്യുവൻ, ഡെഫിനറ്റ്ലി പേയ്മെൻറ്റൊക്കെ സെക്കൻഡ്, സർവീസാണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പ്രയോറിറ്റി. ദാറ്റ് വിൽ ഹാപ്പൻ. ഈ സാധാരണക്കാരനെ സംബന്ധിച്ച് സ്വപ്നം പോലും കാണാൻ പറ്റില്ല ചാർട്ടർ ഫ്ലൈറ്റൊക്കെ ചാർട്ടർ ചെയ്ത് പോകാൻ പറ്റുന്നത്. അത്രയ്ക്ക് എക്സ്പെൻസീവ് അല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യം പറയുകയാണെങ്കിൽ? അങ്ങനെയല്ല, ശരിക്കും ആളുകൾ മാറുവാണ്. മുമ്പ് നമ്മൾ വിചാരിച്ചിട്ടില്ല ഒരു ബസ്സിൽ കയറുന്നു പിന്നെ കാറിലേക്ക് മാറാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന്. അതുമാതിരി തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഇപ്പം നമ്മൾ ഷെഡ്യൂൾ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ, അതൊരു ബസ്സാണ്, അല്ലെങ്കിൽ ഒരു ലൈൻ ബസ്സിന് തുല്യമാണ്. അതിൽ നിന്ന് ഗ്രാജുവലി കാറിലേക്ക് മാറുന്നു. ഇനിയിപ്പോൾ ഇവരൊക്കെ ഈ കാറുകൾ മേടിച്ചു തുടങ്ങണം. അതുമാതിരി തന്നെ ഈ ഷെഡ്യൂൾ ഫ്ലൈറ്റിൽ നിന്ന് നേരെ ബിസിനസ് ക്ലാസ്സിൽ പോകുന്നു, ബിസിനസ് ക്ലാസ്സിൽ നിന്ന് ചാർട്ടർ ഫ്ലൈറ്റിൽ വരുന്നു, ചാർട്ടർ ഫ്ലൈറ്റിൽ നിന്ന് ഫ്ലൈറ്റുകൾ വാങ്ങുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഈ എത്രത്തോളം സെക്യൂറാണ്? കാരണം വെച്ചാൽ ഈ പ്രധാനപ്പെട്ട ആളുകളൊക്കെ സഞ്ചരിക്കുന്നുണ്ട്, അവർ ആ കാര്യത്തെക്കുറിച്ച് വളരെ കൺസേൺ ആയിരിക്കും. അവർ മാത്രമല്ല, അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വലിയൊരു സമൂഹമുണ്ട്. അവർ ശരിക്കും നമ്മൾ കൊടുക്കുന്ന ഒരു സെക്യൂരിറ്റി എത്രത്തോളം പ്രധാനമാണ്? ഇവിടെയാണ് പ്രൈവറ്റ് ജെറ്റുകളുടെ മെച്ചം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പ്രൈവറ്റ് ജെറ്റ് കൂടുതലും ഓപ്പറേറ്റ് ചെയ്യുന്നത് ഡിഫൻസിലെ ഹൈലി എയർഫോഴ്സിൽ നിന്നെല്ലാം വന്നിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള പേഴ്സണാണ്. അതായത് ഇപ്പോൾ എനിക്ക് വേണ്ടി ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ഒരു ക്യാപ്റ്റൻ ഗോപാൽ സാറുണ്ട്. ഗോപാൽ സാറും സൂര്യകിരൺ എന്ന് പറഞ്ഞിട്ട് മിലിറ്ററി എയർക്രാഫ്റ്റുകളില്ല, ജെറ്റുകൾ, അതിൻ്റെ ഒരു സെക്ഷൻ്റെ കമാൻഡറാണ്. അതുമാതിരി തന്നെ എനിക്കൊരു ഭട്ടസാറുണ്ട്. ഭട്ടസാർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 12,000 hours എക്സ്പീരിയൻസ് ഉള്ള
ഈ ഡേ നൈറ്റ് ഫ്ലൈ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ നമ്മളുടെ ഒരു ഷെഡ്യൂൾ ഫ്ലൈറ്റ് ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഇപ്പോൾ രാവിലെ 8 മണിക്ക് ലാൻഡ് ചെയ്യുന്ന ഒരു എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് ഉണ്ട് ദുബായിൽ നിന്ന് വന്നിട്ട്. അതിൽ ഞാൻ സാധാരണ പോവാറുണ്ട്. 8 മണിക്ക് വന്ന് ലാൻഡ് ചെയ്യുന്നു. ആ ഫ്ലൈറ്റ് 9:50 വീണ്ടും ദുബായിലേക്ക് തിരിച്ചു വരുവാണ്. ആ സമയത്തേക്ക് ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെയിൻ്റനൻസ് ടീമിന് കൂടുതൽ സപ്പോർട്ട് കൊടുക്കാനോ ബാക്കിയുള്ള കാര്യത്തിൽ സമയം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഷെഡ്യൂൾ ഫ്ലൈറ്റുകൾക്ക്. അതിപ്പോൾ നമ്മുടെ എയർ ഇന്ത്യ ആയിക്കോട്ടെ, ഏത് ഫ്ലൈറ്റ് ആയിക്കോട്ടെ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു VIP മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസമേ വരുവാണ്, അല്ലെങ്കിൽ ആ മൂവ്മെൻറ്റിന് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-14 മണിക്കൂർ ഈ എയർക്രാഫ്റ്റ് ഫ്രീ ആണ്. ആ ഫ്രീ ആവുന്ന സമയത്ത് മുഴുവൻ ഇതിൻ്റെ ഇൻസ്പെക്ഷൻസ് നടക്കുന്നുണ്ട്. അത് പ്രോപ്പർലി മോണിറ്റേർഡ് ആണ്. അതിന് വേണ്ടിയിട്ട് ഒരു ടീമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജെറ്റുകൾ ഏറെ സെക്യൂർഡാണ് വെൻ വി കമ്പയർ വിത്ത് ദീസ് ഷെഡ്യൂൾ ഫ്ലൈറ്റ്സ്. അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോപ്പറായിരിക്കും ഈ എയർക്രാഫ്റ്റുകളിൽ. രണ്ടാമത് ഹൈലി എക്സ്പീരിയൻസ്ഡ് പൈലറ്റിൻ്റെ സാലറിയും കൂടുതലുണ്ടെന്ന് തോന്നുന്നു ജെറ്റുകളിൽ. ഹാർഡ്ലി എനിക്കറിയാവുന്ന 14,50,000 രൂപയൊക്കെ മേടിക്കുന്ന എയർഫോഴ്സിൽ നിന്ന് റിട്ടയർ ആയിട്ട് വന്നിട്ട് സെക്കൻഡ് ഒരു ഇന്നിങ്സ് തുടങ്ങിയിരിക്കുന്ന പൈലറ്റ്സ്മാർ എത്രയോ ഉണ്ട്. നമുക്ക് ജെറ്റുകളുടെ ബ്രാൻഡുകളെ കുറിച്ചൊന്നും വലിയൊരു ധാരണയില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, രവിപിള്ള സാറിനൊരു ജെറ്റ് ഉള്ളതായിട്ട് വായിച്ചിട്ടുണ്ട്. 680 കോടി രൂപയുടെ ഒരു പുതിയ ജെറ്റ് അദ്ദേഹം വാങ്ങിച്ചെന്ന് പറഞ്ഞു. യൂസഫ് അലി സാറിന് അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ട് പ്രൈവറ്റ് ജെറ്റുണ്ട്. നമുക്ക് ആ ക്രൈറ്റീരിയയിലുള്ള ജെറ്റുകളാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് തമ്മിൽ വില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അത് ഗൾഫ്സ്ട്രീം എന്ന് പറയുന്ന എയർക്രാഫ്റ്റുകളാണ്. ഗൾഫ്സ്ട്രീം തന്നെ പല ടൈപ്പ് ഗൾഫ്സ്ട്രീം ഉണ്ട്. എനിക്ക് തോന്നുന്നത് USY സാറാണെങ്കിലും രവിപിള്ള സാറാണെങ്കിലും യൂസ് ചെയ്യുന്ന ഗൾഫ്സ്ട്രീം 500 550 എന്ന് പറയുന്ന വേർഷനാണ്. അതുമാതിരി തന്നെ പല ഇതുണ്ട്. നമ്മളിപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഗൾഫ്സ്ട്രീം 200 ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുന്നുണ്ട്. ഈ ഗൾഫ്സ്ട്രീം കുറച്ച് കംഫർട്ടിൻ്റെ കാര്യത്തിൽ വളരെ നല്ലൊരു എയർക്രാഫ്റ്റാണ്. അത് കുറച്ച് മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ സ്വല്പം എക്സ്പെൻസീവാണ് ഈവൻ ദോ. ഇതിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മെഷീൻ എനിക്ക് തോന്നുന്നത് കാഡില ഫാർമസ്യൂട്ടിക്കൽസിൻ്റേതാണ്. അത് വളരെ ഏറ്റവും മോഡിഫൈഡാണ്. അതിൽ ബെഡ്റൂംസ് ഉണ്ട്. അതേമാതിരി ഒരുപാട് മൂഡ് അനുസരിച്ചിട്ട് ലൈറ്റുകൾ ചേഞ്ച് ആവുന്നുണ്ട്. വളരെ നന്നായിട്ട് എത്രയോ നമ്പേഴ്സ് സ്പീക്കേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഗൾഫ്സ്ട്രീം കാഡില ഫാർമസി. നമ്മളിപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ഗണത്തിൽപ്പെട്ട കസ്റ്റമൈസ് ചെയ്ത ഇല്ല, നമ്മുടെ ബീച്ച് ക്രാഫ്റ്റിൻ്റെ പ്രീമിയർ 1ഉം ഹോക്കർ 800 XP എന്ന് പറയുന്ന മോഡലാണ്. അതൊരു മീഡിയം ജെറ്റായിട്ട് വരും. ലക്ഷറിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫ്സ്ട്രീം കുറച്ച് ഇതാണ്. ഗൾഫ്സ്ട്രീമും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇൻ്റർനാഷണൽ ഫ്ലൈ ചെയ്യുന്നത്, അതായത് ഇപ്പോൾ ഇൻ്റർനാഷണൽ സെക്ടറിൽ നമ്മൾ ഗൾഫ്സ്ട്രീം 550 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു സാധാരണക്കാരൻ ഇപ്പോൾ ഉദാഹരണത്തിന് വിവാഹ ആവശ്യം, ഇപ്പോൾ ഒരു വിവാഹ ഡെസ്റ്റിനേഷനൊക്കെയാണ് കേരളം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരുപാട് പേർക്ക് പെട്ടെന്ന് വന്ന് അവർ ലീവുകളൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. അപ്പം ഈ സാധാരണക്കാരന് ഒരു മിനിമം ദൂരം സഞ്ചരിക്കുന്നതിന് എത്ര ചിലവാക്കേണ്ടി വരും ഒരു ചാർട്ടർ ഫ്ലൈറ്റ്? വളരെ സാധാരണക്കാർക്ക് ജെറ്റുകൾ അപ്രാപ്യമാണ്. അതേസമയം ഇപ്പം ലീലയിലേക്കൊക്കെ നമുക്ക് ചാർട്ടർ കിട്ടാറുണ്ട്. അത് ലീലയിലാണ് ഒരു വെഡിങ് നടക്കുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ അവരുടെ ഒരു ഫാമിലി മെമ്പേഴ്സ് ഇപ്പോൾ അഹമ്മദാബാദിൽ നിന്നാണെന്ന് വിചാരിക്കും. കുറേ അധികം ആളുകൾ ഒരു ചാർട്ടേഡ് എയർക്രാഫ്റ്റിൽ പോകുന്നുണ്ടാവും. അത് ചിലപ്പോൾ ഒരു A320 ആണെന്ന് വിചാരിക്കും. ഈ ഇൻഡിഗോയൊക്കെ നമ്മൾ സാധാരണ കാണുന്നില്ലേ, അങ്ങനെ അതിനൊരു 170 അല്ലെങ്കിൽ 180 സീറ്റ്സ് ഉണ്ട്. അങ്ങനെ വരും. അത് കഴിഞ്ഞിട്ട് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകൾ ചിലപ്പോൾ വരുന്നത്, ചിലപ്പോൾ ഇവർ നേരത്തെ ഈ 180 മെമ്പേഴ്സ് നേരത്തെ വന്നിട്ടുണ്ടാവും. ഒരു 3-4 ദിവസം മുമ്പൊക്കെ വന്നിട്ടുണ്ടാവും. അവർ അതിൻ്റെ പാർട്ടാവുന്നു. പിന്നെ ഇപ്പോൾ 4-5 പേര് അല്ലെങ്കിൽ 6-7 പേര് മാത്രം വളരെ കീ പേഴ്സൺസ് ജെറ്റുകളിൽ വരാറുണ്ട്. ഇത് രണ്ടും ചാർട്ടറാണ്, ജെറ്റുകളിലും വരാറുണ്ട്. അങ്ങനെ അപ്പോൾ ഈ ഗ്രൂപ്പിലെടുക്കുമ്പോൾ സാധാരണക്കാർക്ക് അത് പ്രാപ്യമാണ്. ബാക്കി ജെറ്റുകൾ ഇച്ചിരൂടെ എക്സ്പെൻസീവാണ്. അത് കുറച്ച് ഏറ്റവും കുറഞ്ഞൊരു ഡിസ്റ്റൻസ്, ഏറ്റവും കുറഞ്ഞ തുക നമുക്ക് ഏതാണ്ട് പ്രേക്ഷകരുടെ ഒരു കൗതുകത്തിന് വേണ്ടി ചോദിക്കുകയാണ്. അതിന് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെറ്റിലാണ് നിങ്ങൾക്ക് യാത്ര ചെയ്യണമെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് മൈസൂരേക്കുള്ള ട്രിപ്പാണ്. ആ ട്രിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ്ലി ഒരു 35 മിനിറ്റാണ് ബ്ലോക്ക് ടൈം പറഞ്ഞുള്ളൂ വൺ സൈഡിലേക്ക്. 35 + 35 ദാറ്റ് മീൻസ് 1 hour 10 minutes ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് നമുക്കൊരു 3.5 lakh റുപ്പീസിൽ 6 പേർക്ക് അങ്ങോട്ടും പോകും, 6 പേർക്ക് ഇങ്ങോട്ടും പോകും, അങ്ങനെ വരാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു മെച്ചമുണ്ട് കാലോ എയർവേസിന്. കാലോ എയർവേസ് നമ്മളുടെ ഫ്ലൈയിങ് ആക്ച്വൽസ് ഇതാണെങ്കിൽ അത് മാത്രമാണ് ചാർജ് ചെയ്യുന്നുള്ളൂ. സാധാരണ ഞങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് അല്ലെങ്കിൽ ഞങ്ങളെ മാതിരിയുള്ള വേറെ കമ്പനി ചെയ്യണത് ഒരു ദിവസം മിനിമം 2 hours എന്നുള്ളൊരു ഇതിലാണ്.
അത് ഞാൻ പറഞ്ഞില്ലേ, ആദ്യം പറഞ്ഞില്ലേ, ഞങ്ങൾ വലിയ അത്യാഗ്രഹികളൊന്നുമല്ല, കുറച്ച് റീസണബിൾ മാർജിൻ മതി, അങ്ങനെയാണ്. ഈ വെതർ കണ്ടീഷൻസ് എപ്പോഴും ക്ലൈമറ്റിക് കണ്ടീഷൻ വലിയ പ്രശ്നമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് എയർക്രാഫ്റ്റിൻ്റെ ഇതിൽ വരുമ്പോൾ നമ്മൾ അത് ടാക്കിൾ ചെയ്യുന്നത്. കാരണം പല സമയത്തും ഇത് തിരുവനന്തപുരത്ത് ഇറങ്ങേണ്ടത് കൊച്ചിയിൽ ഇറങ്ങേണ്ട സാഹചര്യം വരുന്നത്. അപ്പം ഈ ഒരു പ്രശ്നം ചാർട്ടർ വിമാനങ്ങളെയും ബാധിക്കുന്നുണ്ടാവില്ലേ? ചാർട്ടർ വിമാനങ്ങളെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷെഡ്യൂൾ ഫ്ലൈറ്റ് മാതിരിയല്ല ചാർട്ടേഡ് ഫ്ലൈറ്റ്സ്. ഈ ഫ്ലൈറ്റ്സിൽ നമുക്ക് കുറച്ചുകൂടെ ആളുകൾ ഒരു ഫ്ലൈറ്റിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് വെതർ ചെക്ക് ചെയ്യുന്നുണ്ട്, അവിടുത്തെ ഇഷ്യൂസ് സ്റ്റഡി ചെയ്യുന്നുണ്ട്, എയർ ട്രാഫിക് കൺട്രോളുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. പകരം ഇപ്പോൾ ദുബായിൽ നിന്ന് ബാംഗ്ലൂർക്ക് വരേണ്ട ഒരു ഫ്ലൈറ്റ്, അല്ലെങ്കിൽ ഇവിടേക്ക് വരണ ഒരു ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ട്രിവാൻഡ്രത്തേക്ക് വരണ ഫ്ലൈറ്റ് അല്ലെങ്കിൽ കൊച്ചിയിലേക്ക് വരേണ്ട ഫ്ലൈറ്റ്, അത് 3:30 എന്ന് പറഞ്ഞാൽ അവർക്ക് എങ്ങനെയായാലും 3:30 പോകണം. അല്ലെങ്കിൽ യാത്രക്കാരുടെയൊക്കെ വേണമെങ്കിൽ കുറച്ച് ഡിലേ ഒക്കെ പറയാൻ പറ്റും. ഇല്ല, ഞങ്ങൾ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ ചാർട്ടർ ഫ്ലൈറ്റ് ആണെങ്കിൽ നമ്മൾ തന്നെ നേരത്തെ തന്നെ മെറ്റാർ എടുത്ത്, ഇപ്പോൾ ചെന്നൈയിലൊരു സൈക്ലോൺ വരുവാണെങ്കിൽ അത് നമ്മളത് സ്റ്റഡി ചെയ്തിട്ട്, അതിന് ടീമുണ്ട്, എക്സ്പെർട്സ് ഉണ്ട്, അത് സ്റ്റഡി ചെയ്ത് ക്ലയൻസിൻ്റെ അടുത്ത് നേരത്തെ പറയുന്നുണ്ട്, നമുക്കൊരു അരമണിക്കൂർ നേരത്തെ ആക്കിക്കൂടെ, 1 മണിക്കൂർ നേരത്തെ ആക്കിക്കൂടെ, അല്ലെങ്കിൽ 2 മണിക്കൂർ താമസിച്ചാക്കിക്കൂടെ, ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരുമ്പോൾ നമ്മൾ അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യേണ്ട, അവർ ഫ്ലെക്സിബിൾ ആവുന്നുമുണ്ട്. അതേസമയം ഷെഡ്യൂൾ ഫ്ലൈറ്റിൽ അത് പറ്റില്ല, അതുകൊണ്ടാണ് അവിടെ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നമുക്കേറെ വഴി തിരിച്ച് വിടേണ്ടതായ കാര്യങ്ങളുണ്ടാവുന്നില്ല, പ്ലാൻഡാണ്. ഇതിൽ അവസാനമായിട്ട് ഞാൻ വീണ്ടും മറ്റേ ഹെലികോപ്റ്ററിലോട്ട് തിരിച്ചു വരികയാണ്. കാരണം അവിടെ നിന്നാണല്ലോ നമ്മൾ സ്റ്റോറി തുടങ്ങിയത്. പ്രത്യേകിച്ച് ഇലക്ഷൻ സമയത്തൊക്കെ ധാരാളം ആളുകൾ, നേതാക്കളൊക്കെ ഹെലികോപ്റ്റർ വഴി അവരുടെ മീറ്റിങ്ങുകൾക്ക് പങ്കെടുക്കാൻ വേണ്ടി ഇപ്പോൾ ഇലക്ഷൻ കാലമൊക്കെ വരികയാണ്. അപ്പം നമ്മുടെ കേരളത്തിൽ അതിനുള്ള ക്വറീസ് അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ചോദിക്കുന്നുണ്ടോ? ആ മേഖലയിൽ ഹെലികോപ്റ്റർ സർവീസ് ഇപ്പോഴും നടത്തുന്നുണ്ടോ? അതോ നമ്മളത് ഇച്ചിരി തലവേദന പിടിച്ചതുകൊണ്ട് നമ്മൾ ജെറ്റ് സർവീസിലോട്ട് മാറിയതാണോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി വരുന്നത്? ഇല്ല, ഹെലികോപ്റ്ററുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇലക്ഷൻ ടൈമൊക്കെ ആയി കഴിയുമ്പോൾ പലയിടത്തും, ഇപ്പോൾ ബീഹാറിലാണെങ്കിലും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുമാതിരി ഇവിടെ കേരളയിലും കഴിഞ്ഞ ഇലക്ഷനുകളിൽ മുഴുവൻ നമ്മൾ BJPക്ക് തന്നെ വേണ്ടി ഹെലികോപ്റ്റർ കൊടുത്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് കൂടുതൽ ഹെലികോപ്റ്ററുകൾ ആവശ്യമുണ്ടാവും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ട്രാഫിക്, ഇവർക്ക് ഈ ടൈം കൺസേൺഡ് ആണ്. ഇപ്പോൾ കേരളയിൽ പിന്നെയും ട്രാഫിക് ഒരു പോസിബിളാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു സ്റ്റേറ്റാണ്. അത് തമിഴ്നാട്ടിലേക്കോ കർണാടകയിലേക്കോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റാർ വാല്യൂ ഉള്ള ഒരാൾക്ക് ഈ ഏരിയ മുഴുവൻ കവർ ചെയ്യണമെങ്കിൽ ഒരുപാട് സമയം വേണ്ടി വരും. പൊളിറ്റീഷ്യൻസ് എന്നുള്ളതിനേക്കാൾ ഉപരി ഈ ഫിലിം സ്റ്റാർസിനൊക്കെ വളരെ ആവശ്യമാണ്. ഇപ്പോൾ ഒരു ഷൂട്ട്, ഇപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കാഞ്ഞങ്ങാട് നടക്കുന്നു. ഈ കാഞ്ഞങ്ങാട് വരെ ഇവിടുന്ന് പോകണമെങ്കിൽ ഒരു 12 മണിക്കൂർ വേണം, തിരിച്ചു വരണമെങ്കിൽ 12 മണിക്കൂർ വേണം. ഹെലികോപ്റ്റർ ആണെങ്കിൽ 1 മണിക്കൂർ പോകുന്നു, 1 മണിക്കൂർ തിരിച്ചു വരുന്നു. മാത്രമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ആ എനർജിയെ സംബന്ധിച്ചിടത്തോളം ഒരു കൺവീനിയൻസിനെ സംബന്ധിച്ചിടത്തോളം ആവുന്നില്ല. എന്തായാലും തീർച്ചയായിട്ടും മലയാളികളുള്ള ഇന്ത്യയും ഈ മലയാളികളും എല്ലാം വളരുകയാണ്. സ്വാഭാവികമായിട്ടും ആകാശത്തേക്ക് കൂടുതൽ പറക്കാനുള്ള ദൂരങ്ങളുണ്ട്. അവിടെ ഒരു മലയാളി സ്വന്തമായ ഒരു ബിസിനസ് സാധ്യതകൾ കണ്ടെത്തി മുൻപേ നടക്കുകയാണ്. തീർച്ചയായും വലിയ പ്രചോദനമുള്ള ഒരു ജീവിതയാത്ര തന്നെയാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും ഈ ഘട്ടത്തിൽ നേരുകയാണ്. താങ്ക്സ്.